ചുറപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. കാര്യം വേറൊന്നുമല്ല, ഇത്തവണ ശക്തമായ ഒരു മത്സരം ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ നടക്കാൻ പോകുന്നു. നമുക്കറിയാം ആലത്തൂരുണ്ട്, അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വയനാട് മണ്ഡലത്തിലേക്കാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആലത്തൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തെ നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കി കാണേണ്ടതുണ്ട്. അതായത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ കുറവായിരുന്നുവെങ്കിൽ പോലും ശക്തമായ മുന്നേറ്റം തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ കാഴ്ചവെച്ചു. ആനിരാജയെ യാതൊരു തരത്തിലും ഒരു ഘട്ടത്തിൽ പോലും ആനിരാജ ഭീഷണി ഉണ്ടാക്കാത്ത തരത്തിൽ വളരെ സുരക്ഷിതമായ ഭൂരിപക്ഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് രാഹുൽ ഗാന്ധി വലിയൊരു വിജയം അവിടെ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലം എപ്പോഴും കോൺഗ്രസിനെയും ലീഗിനെയും അല്ലെങ്കിൽ ലീഗുകാരുടെ ഒരു പ്രാമുഖ്യം കൊണ്ട് വയനാട് മണ്ഡലം കൂടുതലും കോൺഗ്രസിനെ അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് വെറുതെ ഒരു തീരുമാനം എന്നുള്ള നിലയിലല്ല. അവിടെ മത്സരിച്ചാൽ പ്രിയങ്ക ഗാന്ധി ജയിക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് 100% കണക്ക് കൂട്ടുന്നത്. മറ്റൊന്ന്, ആനിരാജ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി തന്നെ ഇനിയും വയനാട്ടിലേക്ക് മത്സരിക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിൽ നിലനിൽക്കുകയാണ്. അവിടെ ഒരു CPIക്ക് തന്നെയാണ് സീറ്റ് കൊടുക്കുക. അപ്പോൾ ആ CPIക്ക് ഒരാളെ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ ആരെയാണ് ഇറക്കുക എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇങ്ങനെ നിലവിൽ വയനാട്ടിലെ സാഹചര്യം ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിൽ ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഇതുവരെ യാതൊരു തരത്തിലും രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത കുറച്ച് പേരെ ഇതിനകത്തേക്ക് ഇറക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അതാണ് കരുതിക്കൂട്ടി ഉറപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞതിന് കാരണം. അതായത് ഹൈബി ഈഡനെ പോലെ ഒരു നേതാവിനെ ഒരു ചുമതല കൊടുക്കുന്നു. ഹൈബി ഈഡനുണ്ട്, CR മഹേഷ് ഉണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, MK രാഘവനുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, സണ്ണി ജോസഫ് തുടങ്ങിയ ആൾക്കാരെ ഇവിടെ കൊണ്ട് ഇറക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം മേൽനോട്ടം ഇവരെ ഏൽപ്പിക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത് KC വേണുഗോപാലിൻ്റെ ഒരു തലച്ചോറാണ് നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് ഇതുവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ആരെയും ഇപ്പം നമുക്കറിയാം. ഈ MK രാഘവനാണെങ്കിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുണ്ടായ അർജുൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് MK രാഘവൻ മറ്റൊരു ഇമേജിലാണ് നിൽക്കുന്നത്. തന്നെയല്ല, MK രാഘവൻ അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് വിജയിച്ചത് നമുക്കറിയാം. ഹൈബീഡിൻ്റെ കാര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ CR മഹേഷിനെ കുറിച്ച് ഇതുവരെ യാതൊരു കറപ്ഷനും നമുക്ക് എങ്ങും കേൾക്കേണ്ടി വന്നിട്ടില്ല. യാതൊരു വിവാദങ്ങളും ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഒരു വയനാട് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വയനാട് മാത്രമല്ല, ആലത്തൂർ ആണെങ്കിൽ പോലും ആലത്തൂരും പാലക്കാടും പിടിച്ചെടുക്കുക എന്നുള്ളതും ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ആലത്തൂരിൽ നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് രമ്യ ഹരിദാസിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ രമ്യ ഹരിദാസ് എത്രത്തോളം ഇനിയും ആലത്തൂരിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയ ദൃഷ്ടിയോടുകൂടി തന്നെയാണ് കോൺഗ്രസ്സുകാരും കാണുന്നത്. പക്ഷേ പകരം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വേറെ ആരെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രമ്യ ഹരിദാസിനെ തന്നെ തൽക്കാലം കളത്തിൽ ഇറക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രമ്യ ഹരിദാസിൻ്റെ വിജയം അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഈ പറയുന്ന നിരവധി പ്രമുഖരായ രാഷ്ട്രീയ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ അവിടേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് KC എഫക്റ്റ് എന്നുള്ള ഒരു ഗണത്തിൽ തന്നെ പെടുത്താം. പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന രമ്യ ഹരിദാസ് അവിടെ മത്സരിച്ചിരുന്നാലും ഇപ്പോൾ നിലവിൽ CPM എന്ന് പറയുന്ന പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അപജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉയർത്തിയിരിക്കുന്ന പല വിഷയങ്ങളിലും പാർട്ടി വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി എടുക്കുന്ന സമീപനമാണ് പാർട്ടിയുടേത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ന്യൂനപക്ഷത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. പാർട്ടി പൊതുവെ പഴയ കാലത്തെ ആ കെട്ടുറപ്പിലേക്ക് തന്നെ പോയി പകരം ഒരു അച്ചടക്ക നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു. പാർട്ടിയെ എതിർക്കാൻ പാടില്ല, പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ല തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ PV അൻവറിൻ്റെ വാക്കുകളിലൂടെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടി അണികൾക്കിടയിൽ പോലും ഇതൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതായത് പാർട്ടിയെ അനുകൂലിക്കുന്ന പാർട്ടി പ്രവർത്തകർ, പാർട്ടിയോട് ഇഷ്ടക്കേടുള്ള പാർട്ടിയോട് അസംതൃപ്തിയുള്ള പ്രവർത്തകരും എന്ന് പറയുന്ന രണ്ട് ഘട്ടമായിട്ട് ഈ പാർട്ടി പ്രവർത്തകരെ തമ്മിൽ തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് PV അൻവറിൻ്റെ പ്രസ്താവന കൊണ്ടുണ്ടായ ഒരു നേട്ടം. ഇത് സത്യത്തിൽ ഗുണം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കൂടുതൽ കരുത്തോടു കൂടി മുന്നേറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതിന് എല്ലാം വെള്ളവും വളവും കൊടുത്തത് ആരൊക്കെയാണ് എന്നുള്ളത് പിന്നീട് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാലും ചില സംശയങ്ങൾ അങ്ങിങ്ങായിട്ട് പടരുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായ ഒരു ഉറപ്പ് നമുക്ക് ഏത് ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പല കൂട്ടുകെട്ടുകളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയാതെ വരുന്നത്. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ പി വി അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്ന സമയങ്ങളിൽ പലയിടത്തും വെച്ച് പി വി അൻവറും വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതായും പല വേദികളിലും വേദികൾ പങ്കിട്ടിട്ടുള്ളതായിട്ടുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊക്കെ പാർട്ടി അറിഞ്ഞിരുന്നു എന്നുള്ളതും സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിൽ ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇപ്പോൾ മുൻപ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം, അതായത് ഈ കഴിഞ്ഞ 20-ൽ 18 സീറ്റ് നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ന്യൂനപക്ഷത്തെ കൂടുതൽ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒട്ടുമിക്ക ന്യൂനപക്ഷ സംഘടനകളും ഈ പാർട്ടിക്ക് എതിരായി തന്നെ ചിന്തിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു അനുകൂല സാഹചര്യങ്ങളെയും മുതലെടുത്തുകൊണ്ട് നിൽക്കുന്ന എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ രമ്യ ഹരിദാസിനെ വീണ്ടും ആലത്തൂരിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ളത്. ഇനി മറ്റൊന്ന് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ കോൺഗ്രസ്സുകാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലിനെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായി നിന്ന ഒരാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നു, നേരെ വടകരയിൽ പോകുന്നു. വടകരയിൽ ജയിക്കില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നു. അപ്പോൾ ശൈലജ ടീച്ചറിനെതിരായി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് അവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് CPM-കാർ പോലും അടിയുറച്ച് വിശ്വസിച്ച, കോൺഗ്രസ്സുകാർ പകുതി മാത്രം വിശ്വസിച്ച ഒരു സത്യമുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും അവിടെ വലിയ തോതിൽ അവിടെ KK ശൈലജ എന്ന് പറയുന്ന CPM-ൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഒരു ആരോഗ്യമന്ത്രിയെ അവിടെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇദ്ദേഹത്തെ ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ച ജനതയാണ്. അപ്പോൾ അതായത് അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഒരു ക്രോഡീകരണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൃത്യമായി UDF-ലേക്ക് തന്നെ ചേർന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഷാഫി പറമ്പിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തൊരു മണ്ഡലം കൂടിയായ പാലക്കാട്, അതിന് പകരക്കാരനായി എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുമ്പോൾ നിലവിലുള്ള സമവാക്യങ്ങളിൽ ഒരു മാറ്റവും വരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM-നെതിരായി ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നു. പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അത്തരത്തിലുള്ള ഒരു അവിശുദ്ധമായ ഒരു ചിന്താഗതി അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്. ഈ RSS CPM ബന്ധമെന്ന് പറയുന്നത് അൻവർ പറയുന്ന പോലെ എവിടെയൊക്കെയോ ചില സത്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ പല പാർട്ടി അണികൾക്കിടയിലും വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി അവിടെ CPM ഇറക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇറക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞ് രാഷ്ട്രീയമായി ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇവിടെ എന്തിന് അവിടെ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കണം? ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗത്തിനെ അവിടെ മത്സരിപ്പിച്ചാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പകരം അവിടെ BJP-യിൽ മത്സരിക്കാൻ പോകുന്നത് ആരാണ് എന്നതിന് പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനാകാം എന്നും എവിടെ നിന്നൊക്കെയോ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വതന്ത്രനെ അവിടെ നിർത്തിക്കൊണ്ട് വെറും ഒരു ഡെമ്മി ആക്കിക്കൊണ്ട് ഈ വോട്ടുകൾ BJP-യിലേക്ക് മറിക്കാനാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ധാരണ പരക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനെ വളരെ വ്യക്തമായ ഒരു പ്രചരണായുധമാക്കി മാറ്റാൻ സാധിക്കും. അതായത് ഇടതുപക്ഷം RSS-നെ സപ്പോർട്ട് ചെയ്ത് അവിടെ വോട്ട് മറിക്കാൻ വേണ്ടി സ്വതന്ത്രനെ നിർത്തുന്നു. ഈ തരത്തിലൊരു പ്രചരണ ആയുധം രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി വോട്ടുകൾ അടക്കം, ന്യൂനപക്ഷത്തിൻ്റെതടക്കമുള്ള വോട്ടുകൾ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ പാലക്കാട് മണ്ഡലം വീണ്ടും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിലേക്ക് തന്നെ എത്തും. അപ്പോൾ അങ്ങനെ വീണ്ടും മണ്ഡലം നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം ഒരു കാരണവശാലും CPM ചിന്തിച്ചിട്ട് കൂടിയില്ലാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായും വലിയൊരു കനത്ത ഒരു നഷ്ടത്തിലേക്ക് തന്നെ CPM എത്തിപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നടപടിക്രമങ്ങളും ഇനിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. പല തിരുത്തലുകളും പാർട്ടി വരുത്തേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇനി സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ CPM-നെ കാത്തിരിക്കുന്ന ഒരു വലിയ തോൽവി തന്നെയായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.